ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ രണ്ട് കരം കൊടുത്തപ്പോൾ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ബൈബിൾ തുറന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്ന വചനം വായിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 8, 14, 15, 16, 17 വചനം. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. കൈകൊണ്ടിച്ച് കർത്താവ് വിശ്വസിക്കുന്നോ? 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 വിശ്വസിക്കും. ഇതിവിടെ സംഭവിക്കാൻ പോകുന്ന വചനമാണ്. കർത്താവ് തുറന്നപ്പോൾ അങ്ങനെ കർത്താവിനോട് സംഭവിക്കാൻ സംഭവമാണ്. ഇന്നിവിടെ ഇപ്പോൾ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ ആലയത്തിൽ വന്നവരോ എല്ലാവരും എടുത്തുകൊള്ളുക, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിറവേറി കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ എന്തെടുത്തു പറഞ്ഞേ? ബലഹീനതകൾ ഏറ്റെടുക്കും. നമ്മുടെ വീക്ക്നെസ്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ ഏറ്റെടുക്കും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലിയ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്കെൻ്റെ കൃപ. ഹല്ലേലൂയ. അവൻ ഈശോ പൗലോസിൻ്റെ ബലഹീനതയെ ഏറ്റെടുത്തു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. പൗലോസ്ലിയ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ബലഹീനത ഞാനങ്ങ് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ബലഹീനത യേശു അവൻ അപ്പോസ്തലനാക്കി ഉയർത്തി. ഹല്ലേലൂയ. ആര് തങ്ങളുടെ ബലഹീനത, തൻ്റെ വേദന, തൻ്റെ മുറിവ് അവൻ്റെ തിരുമുറിവിനോട് ചേർത്ത് വെക്കുന്നുവോ അവനെ കർത്താവ് ഏറ്റെടുത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുത്ത് യാതൊരു സംശയമില്ല. സർവ്വ ഹല്ലേലൂയ. അവൻ്റെ ബലഹീനത കർത്താവ് ഏറ്റെടുത്ത്. കൈയടിച്ച് കർത്താവ് പറഞ്ഞു. യേശുവേ സ്തുതിക്കുന്നു. പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. സർവ്വ പറഞ്ഞേ ഹല്ലേലൂയ. അവൻ ഹൃദയം നൊന്തു കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ തിരിച്ചു വീണ്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരൊറ്റ നീന്തൽ നീന്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദിത്യ മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ നീന്തൽ. പ്രൈസ് ദി ലോർഡ്. സർവ്വ ഹല്ലേലൂയ, ഹല്ലേലൂയ. കയറിവാടെ അവനെ പറഞ്ഞു, ഞാൻ നിന്നെ സഭയുടെ ഇടയനാക്കിയിരിക്കും. സർവ്വ പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ ആടുകളെ നയിക്കുക. അവൻ്റെ ആ തള്ളിപ്പറയുന്ന സ്വഭാവത്തെ കർത്താവ് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ തള്ളിപ്പറയുന്ന സ്വഭാവ ബലഹീനതയെ കർത്താവ് ഏറ്റെടുത്തിട്ട് അവൻ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന കൃപയുടെ അപ്പോസ്തലനായിട്ട് കർത്താവ് അവനെ ഉയർത്തിരിക്കും. പത്രോസിൻ്റെ ഭയം യേശു ഏറ്റെടുത്തു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനോട് യേശു പറഞ്ഞു, വാളെടുക്കുന്നവൻ നീ എടുക്കേണ്ട കാര്യമില്ല, നീ വചനം എടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. വാളെടുത്ത് നീ ആത്മാക്കളെ നേടേണ്ട, നീ വചനമെടുത്ത് നീ ആത്മാക്കളെ നീ എടുക്കുക. പ്രൈസ് ദി ലോർഡ്. അവന് വാളൊക്കെ എടുത്ത് പിന്നെ ഒരിക്കലും വാളം അവൻ്റെ കൈ വന്നിട്ടില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കാരണം കർത്താവ് അത് ഏറ്റെടുത്തു. അവനെ കർത്താവ് തൻ്റെ വചനം കൊണ്ട് നിറച്ച് സഭയ്ക്ക് വേണ്ടി ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്തു. കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞ് സർവ്വത്തിൽ ഹല്ലേലൂയ സ്തുതിക്കുന്നു. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഇവിടെ നമ്മളൊക്കെ ഇരിക്കുന്നു, നമ്മൾ വളർന്നു വലിയ ആൾക്കാരായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്.
അതിന് കാരണം അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മളിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നവർക്ക് കർത്താവ് നന്ദി പറയും. കൈയടിച്ച് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. സർവ്വപ്പെടുത്തി ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് സർവ്വപ്പെടുത്തി ഹല്ലേലൂയ. അപ്പം അവൻ നമ്മുടെ പാപം അവൻ വഹിച്ചു. നമ്മൾ വഹിച്ചിരുന്ന ഭാരം ആരേറ്റെടുത്തു? കർത്താവ് ഏറ്റെടുത്തു. നമ്മുടെ ബലഹീനത ആരേറ്റെടുത്തു? കർത്താവ് നമ്മുടെ പാപം ആരേറ്റെടുത്തു? യേശു. അങ്ങനെ കർത്താവ് നമ്മെ വീണ്ടെടുത്തു. സർവ്വപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടത്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. സർവ്വപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അവൻ്റെ മുറിവിലൂടെ അവൻ നമ്മളെ സുഖപ്പെടും. നമ്മുടെ പാപത്തിൻ്റെ എല്ലാ ബന്ധനവും അഴിച്ച് കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി. വിശ്വസിക്കുന്ന മക്കൾ കർത്താവ് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ മഹത്വപ്പെട്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഈശോ എന്നെ വീണ്ടെടുത്തു എന്ന് വിശ്വസിക്കുന്ന മക്കൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഈശോ എന്നെ സ്വന്തമാക്കി എന്ന് പറയുന്ന മക്കൾ ഒരു ഹല്ലേലൂയ പറയട്ടെ. അത് തന്നെയാണ് ഫിലിപ്പിൻ ലേഖനത്തിൻ്റെ 3:14, 15, 12, 13 വചനം പറയും. പൗലോസ് പറയേ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി. പറയും ഹല്ലേലൂയ. അങ്ങനെ സ്വന്തമാക്കിയത് അവൻ്റെ എല്ലാം ഈശോ അങ്ങ് ഏറ്റെടുത്തു. അവൻ്റെ കുറവുകളും അവൻ്റെ വേദനകളും അവൻ്റെ ബലഹീനതകളും എല്ലാം കർത്താവ് അങ്ങ് ഏറ്റെടുത്തു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ഈശോയിൽ വിശ്വസിക്കുന്നവനെ ഈശോ ഏറ്റെടുക്കും. ഈശോയിൽ വിശ്വസിക്കുന്നവനെ ഈശോ അങ്ങ് അവൻ്റെ എന്തെടുക്കും? അവൻ്റെ എല്ലാം ഏറ്റെടുക്കും. അതാണ് റോമാലേഖനം 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകിയ തൻ്റെ മക്കളോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹം അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതാണ് 1 യോഹന്നാൻ 3:1 നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് തന്നെ. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. യോഹന്നാൻ 3:15 അവനെ വിശ്വസിക്കുന്ന ഒരുവനും ഉച്ചത്തിൽ പറയാൻ നശിച്ചു പോകാതെ വിശ്വസിക്കുന്നവൻ ആരും നശിച്ചു പോകില്ല. കാരണം വിശ്വസിക്കുന്നവനെ അവൻ്റെ ബലഹീനതകളും അവൻ്റെ പാപങ്ങളും അവൻ്റെ കുറവുകളും അവൻ്റെ വേദനകളും അവൻ ഏറ്റെടുക്കുന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ആരേശു വിശ്വസിക്കുന്നു അവൻ്റെ എല്ലാ പ്രശ്നവും കർത്താവ് ഏറ്റെടുക്കും. ആരേശു വിശ്വസിക്കുന്നു അവൻ്റെ എല്ലാ പ്രശ്നവും കർത്താവ് ഏറ്റെടുക്കും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അതാണ് റോമാലേഖനത്തിൻ്റെ 10:8-9 ആകെ യേശുവിൽ വിശ്വസിക്കുക. അല്ല ഈ പറയുന്നുണ്ട് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് നീ വിശ്വസിച്ചാൽ മതി. നീ രക്ഷപ്പെടുന്നു. കാരണം നീ അതോടെ കർത്താവ് നിന്നെ ഏറ്റെടുക്കും. പിലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുമ്പോൾ സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ വലിയൊരു സംഭവമുണ്ട്. ബറാബാസിന് ഒരു വലിയ കുറ്റവാളിയായ ഭീകരനായ ഒരുവനെ നിർത്തിയിരിക്കുകയാണ്. കൊല്ലപ്പുള്ളിയാണ്. ശരിക്കും അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനാണ് ഈ ബറാബാസ്. പ്രൈസ്. അപ്പോഴാണ് ഒരു ഓപ്പോസിറ്റ് വരും നീതിമാനായവൻ പാപം എന്തെന്ന് പോലും അറിയാം ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പ്രൈസ്. സർവ്വത്തെ ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവിൻ്റെ പൊന്നോമന മകൻ. പ്രൈസ്. ദൈവപുത്രൻ നിൽക്കുകയാണ്, ഒരു പാപവും ഇല്ലാത്തവൻ. അവർ സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ സംഭവിച്ച് ആളുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ബറാബാസിനെ വിട്ടു തരിക, യേശുവിനെ കുരിശിൽ തറയ്ക്കുക. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് മനുഷ്യൻ എന്താ ചെയ്യുന്നവൻ അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം ചെയ്യുന്നത് മറ്റൊന്നാണ്. പ്രൈസ്. മനുഷ്യൻ ചെയ്യുന്ന ഒന്നും ദൈവം വേറെ. അതുകൊണ്ടാണ് ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:9-10 വചനം പറയും. അത് നിങ്ങളുടെ മനുഷ്യൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ പോലല്ല, നിങ്ങളുടെ ചിന്തകൾ ദൈവത്തിൻ്റെ പോലല്ല. മനുഷ്യൻ്റെ ചിന്തകളെക്കാൾ ഉയർന്നതാണ് ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ പദ്ധതികളും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അവിടെ സംഭവിക്കുന്നത് ഈശോ ബറാബാസിൻ്റെ പാപം അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് അവനെ അങ്ങ് വെറുതെ വിടുക. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. കൈയടിച്ച് കത്താന്നത് പറഞ്ഞ് യേശുവേ സ്തുതിക്കുന്നു. യഥാർത്ഥത്തിൽ കുരിശിൽ മരിക്കേണ്ടവൻ മരിച്ചില്ല, കുരിശിൽ മരിക്കാൻ പാടില്ലാത്തവൻ മരിച്ചു. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ശിക്ഷ, നമ്മുടെ മേലുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അവൻ നമ്മെ വീണ്ടെടുത്തു, അവൻ നമ്മെ സ്വന്തമാക്കി. ആ കർത്താവിനെ നീ വിശ്വസിക്കുന്നു, ആ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടോ, ആ കർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടോ, ആ കർത്താവിനെ കൊണ്ട് ജീവിക്കണം. എൻ്റെ കാര്യപ്പെടുത്തി പറയാം ഹല്ലേലൂയ. അവൻ കുരിശിലൂടെ വെളിപ്പെടുന്നു. അവൻ നമ്മുടെ പാപങ്ങൾ ബലഹീനതകൾ ഏറ്റെടുത്തു. അപ്പോഴാണ് പിശാച് കൂടിപ്പോകുന്നത്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഇന്നിവിടെ വരുമ്പോൾ നിങ്ങളുടെ പൈശാചി ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. കാരണം എന്നറിയോ? കാരണം എന്താണ്? അച്ഛൻ ബഹിഷ്കരിക്കുന്നുണ്ടല്ല. നേരെ മറിച്ച് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ യേശു അങ്ങേറ്റെടുക്കും.
നിങ്ങളുടെ പാപങ്ങൾ ഈശോ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ പിശാചിന് സ്ഥാനം ഇല്ല. പിശാചിന് നിങ്ങളെ വിട്ടുപോയേ പറ്റൂ. ഹല്ലേലൂയ. ഈശോ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പിശാചിന്, മരണത്തിന് നിന്റെ മേൽ അധികാരമില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം പെസഹ ആചരിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, പെസഹ ആചരിക്ക്. ഒരു കാളക്കിടാവിനെ കൊന്ന് അതിൻ്റെ ചോരയെടുത്ത് കട്ടിലപ്പടിയുമേ തേച്ച് അതിൻ്റെ പുളിപ്പില്ലാത്ത അപ്പവും അതും കൊണ്ട് ഭക്ഷിച്ച് അത് ഭക്ഷിക്കുക. ഹല്ലേലൂയ. ആ സമയത്ത് അറക്കപ്പെടുക ആ കുഞ്ഞാടിന് അവിടെ കാളക്കിടാവിൻ്റെ ചോര തെളിക്കപ്പെടുക. ആ സമയത്താണ് പിശാച് ഇളകുക. ഹല്ലേലൂയ. അവൻ്റെ തല തകർക്കപ്പെടുകയോ. ആ നിമിഷം ഫറവോ ഭയന്നുപോയി. ഹല്ലേലൂയ. ആ സമയത്ത് ആ പെസഹായിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ദൈവം വിമോചനത്തിലേക്ക് കൂട്ടിക്കൂടും. ഹല്ലേലൂയ. അവരുടെ മേലുള്ള ഫറവോയുടെ അധികാരം അതോടെ അവസാനിച്ചു. ഹല്ലേലൂയ. പെസഹ ആചരിക്കുമ്പോൾ ആ സമയത്ത് കാളക്കിടാവിനെ അറക്കുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ, അതിൻ്റെ ചോര കട്ടിലപ്പടിയുമേ തേച്ച് പിടിപ്പിക്കുമ്പോൾ പിന്നെ ആ ഭവനത്തിൻ്റെ മേലോ ആ ഭവനത്തിലുള്ള ആളുകളുടെ മേലോ ഒരു പിശാചിന് അധികാരമില്ല. പിശാച് അവരെ വിട്ടുപോയി. ഫറവോ അവരെ വിട്ടു. അതുപോലെ ഇന്ന് ആരെല്ലാം യേശു രക്തത്തിലേക്ക് കൂടിച്ചേരുന്നുണ്ടോ അവൻ്റെ മേലിന്ന് പൈശാചിക ശക്തികൾ വിട്ടുപോയിരിക്കില്ല. യാതൊരു സംശയം. ഒരിക്കലും ഡൊമിനിക്കച്ചനല്ല പിശാചിനെ വികസിക്കരുത്. യേശുവിൻ്റെ രക്തം നിൻ്റെ മേൽ തളിക്കപ്പെട്ട് കഴിയുമ്പോൾ നിൻ്റെ മേലുള്ള സാത്താൻ്റെ സ്വാധീനം വിട്ടുപോയിട്ട് നീ ഉയർപ്പിൻ്റെ മകനായിട്ട് നീ മാറുക, വിമോചനത്തിൻ്റെ മകനായിട്ട് മാറാൻ പോകുക. നിന്നെ വീണ്ടെടുക്കുന്ന, നിന്നെ പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, സാത്താൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഉത്തിതനായ യേശുക്രിസ്തു. അവൻ്റെ തിരുമുറിവാണ്. അവൻ്റെ മുറിവിനാൽ നീ സുഖപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നീ സുഖപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഇന്ന് ചെയ്യേണ്ടത് ഇവിടെ ഇരുന്നുകൊണ്ട് ഈശോയെ ആഴത്തിൽ വിശ്വസിക്കുക, സംശയിക്കരുത്. നിന്റെ നാഥനും കർത്താവുമായി ഏറ്റുപറയുക, നിന്റെ ദൈവമായിട്ട് സമ്മതിക്കുക, വിട്ടുകൊടുക്കുക, ആ തിരിച്ചോരയോട് ഐക്യപ്പെടുക. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നീ ക്രിസ്തുവിൻ്റേതായി മാറുന്നു. അപ്പോൾ പിശാചിന്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. കാളക്കിടാവ് കൊല്ലപ്പെടുമ്പോൾ ഒരു പാപപരിഹാരമാണ്, അടയാളമാണ്. കാൽവരിയിലെ കുരിശുമരണത്തിൻ്റെ പരിഹാരം, രക്തം ചിന്താതെ പാപമോചനമില്ല. അതാണ് വധശിക്ഷ. അത് ഏറ്റെടുക്കണം. എൻ്റെ ശിക്ഷ ഒരാൾ ഏറ്റെടുത്താലേ എനിക്ക് മോചനം കിട്ടുകയുള്ളൂ. എനിക്ക് പാപത്തിൻ്റെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഒരാൾ ഏറ്റെടുക്കണം. അത് ഈ ഭൂമിയിലുള്ള ആർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ആദ്യ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിതഫലമായി എല്ലാ മനുഷ്യരെയും മരണം ഗ്രസിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഏറ്റെടുക്കാൻ ആർക്ക് പറ്റുള്ളൂ? ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. പാപമില്ലാത്തൊരുത്തൻ ഒരാളേ ഉള്ളൂ. അത് സ്വർഗപിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ തമ്പുരാൻ മാത്രമേ ഉള്ളൂ. അവനെ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വിട്ടു. അവൻ ഭൂമിയിലേക്ക് വിടുകയാണ്. അവന് മാത്രമേ പാപമില്ലാത്തവനായിട്ടുള്ളൂ. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവൻ ജനിച്ചത് തന്നെ കന്യകയിൽ നിന്നാണ്. പരിശുദ്ധനാണ് അവൻ. വചനമാണ്, നിത്യജീവനാണ് അവന്, സർവവുമാണ് അവന്. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. പാപമില്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. പാപമുള്ളവനെ പാപം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. പാപമില്ലാതെ ഭൂമിയിൽ ജനിച്ച ഒരൊറ്റ ആളേ ഉള്ളൂ, ഒരേ ഒരു വ്യക്തി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ നമ്മൾ സർവ്വത്തെ സ്തുതിക്കുക. കൈയടിച്ച് കർത്താവ് അതെ, കാൽവരി കുരിശില് ഊനമറ്റ കുഞ്ഞാട്, കറയറ്റ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ മിശിഹ ബലിയർപ്പിക്കുന്ന സമയത്ത് അവൻ ചെയ്ത പാപപരിഹാരമാണ്. ആ പാച്ചോര ആരേറ്റെടുക്കുന്നുവോ ആരവനെ കർത്താവും ദൈവമായിട്ട് സ്വീകരിക്കുന്നുവോ ആ നിമിഷം അവൻ്റെ മേലുള്ള ഫറവോയുടെ ആധിപത്യം, അധികാരം അവസാനിച്ചിരിക്കും. ആ സമയത്ത് അവനെന്ന് ദുഷ്ടാരൂപി വിട്ടുപോയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഈശോയെ നീ സ്വീകരിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഈ സമയത്ത് ഈശോയെ നാഥനും കർത്താവെ നീ അംഗീകരിച്ചാൽ നീ രക്ഷപ്പെടും. നിൻ്റെ വിശ്വാസം ആഴപ്പെടണം. ആഴമുള്ള ഒറിജിനൽ വിശ്വാസം വേണം. ഒറിജിനലായിട്ട് വിശ്വസിക്കണം.
നിന്റെ ഹൃദയത്തിന് നാഥനായിട്ട് സ്വീകരിക്കണം. നിന്റെ എല്ലാമായിട്ട് ഈശോ അംഗീകരിക്കണം. നിന്റെ കർത്താവായിട്ട് ഏറ്റു പറയുമ്പോൾ അവൻ്റെ ചോരത്തുള്ളികൾ നിന്റെ ശരീരത്തിലേക്ക് തളിക്കപ്പെടും. അപ്പോൾ പിശാച് തൊടത്തില്ല, നിന്നെ തൊടാൻ പറ്റത്തില്ല. അത് ഈശോയുടെ പരിശുദ്ധ രക്തം, പാപമോചനത്തിൻ്റെ രക്തം. ആ രക്തം നിന്റെ മേൽ തളിക്കപ്പെടുമ്പോൾ പിന്നെ അന്ധകാര ശക്തികൾക്ക് നിന്റെ ആത്മാവിൻ്റെ മേലോ നിന്റെ ശരീരത്തിൻ്റെ മേലോ ആധിപത്യം ഉണ്ടാകില്ല. 2 കരമെടുത്ത് ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൻ്റെ 2:18 അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൻ്റെ 4:14 മുതൽ 16 വരെ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായൊരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. 2 കരം എടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണല്ലോ ഈശോയുടെ രക്തം നീ സ്വീകരിക്കുന്നു. അതാണ് ഈശോയിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ഇത് കിട്ടുള്ളൂ. ഈശോയിൽ വിശ്വസിക്കുന്ന മക്കളിലേക്ക് ഈശോയുടെ തിരിച്ചോര തെളിക്കപ്പെടുകയാണ്. അതോടെ അവൻ്റെ പാപം, അവൻ്റെ ശിക്ഷ, അവൻ്റെ സകലതും ഈശോ ഏറ്റെടുക്കുക. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. പിന്നെ അവൻ്റെ മേൽ സാത്താൻ അധികാരമില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ ഭവനത്തിൻ്റെ കട്ടിളപ്പടിയമേ ചോര തെളിച്ചത് കാണുമ്പോൾ പിന്നെ അതിനകത്തുള്ള ആരുടെ മേലോ ആ വീടിൻ്റെ മേലോ അവൻ അധികാരമില്ല. അധികാരമില്ല. ശിക്ഷിക്കാൻ പറ്റില്ല, തൊടാൻ പറ്റത്തില്ല, സംഹാരത്തിനോട് കയറാൻ പറ്റില്ല. അവൻ്റെ പാപം, അതിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ പാപവും ആ കുഞ്ഞാട് ഏറ്റെടുത്തു. അവൻ ബലഹീനതകൾ ഏറ്റെടുത്തു, ആത്മാവിനെ ഏറ്റെടുത്തു. പിന്നെ അവൻ്റെ മേലുള്ള അധികാരം അവനല്ല, ക്രിസ്തുവിനാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ഓരോ വ്യക്തി ഓർത്തു, ഇനി നിന്റെ മേൽ അധികാരം നിനക്കല്ല, പിശാചിനല്ല, ക്രിസ്തുവിന് മാത്രമാണെന്ന് ഓർത്തു. 2 കരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. 2 കരം സ്തുതിക്കട്ടെ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് 1 കൊരിന്തോസിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വചനം പറയുക, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിന്റെ മേലുള്ള അവകാശം, അധികാരം, ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേലുള്ള അധികാരം ഈശോയ്ക്ക് മാത്രമാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് നീ കർത്താവിനെ മഹത്വപ്പെടുത്താമോ? 1 കൊരിന്തോസിൻ്റെ 7:23-24 എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രമാക്കപ്പെട്ടവനാണ്. ശ്രവണത്തെ പറഞ്ഞ ഹല്ലേലൂയ. അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്ര, അതായത് പാപത്തിന് അടിമയായിരിക്കുമ്പോൾ നീ യേശുവിനെ ദൈവവും കർത്താവുമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നീ ക്രിസ്തുവിനാൽ സ്വതന്ത്രമാക്കപ്പെട്ടവനാണ്. ശ്രവണത്തെ പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ, സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. ശ്രവണത്തെ പറഞ്ഞ ഹല്ലേലൂയ. അടിമയായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിനാൽ സ്വതന്ത്രമാക്കപ്പെട്ടവനാണ്. സ്വതന്ത്രനായിരിക്കുന്നവൻ വിളി കിട്ടിയാൽ അവൻ ക്രിസ്തുവിൻ്റെ അടിമയാണ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിക്കുക. അതായത് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെത് മാത്രമാണ്. നാം എല്ലാവരും ഈശോയുടേത് മാത്രമാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കുക. ഇവിടെ ഇരിക്കുന്ന അനാഥരും വിധവകളും രോഗികളും തകർന്നവരും കുഞ്ഞുങ്ങളും വിഷമിക്കുന്നവരും പീഡിതരും എല്ലാവരും ഈശോയുടേത് മാത്രമാണ്. ഇവിടേക്കുന്ന മുഴുവൻ ആക്കളും ഈശോയുടെ സ്വന്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് നന്ദി പറഞ്ഞ്. നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്, രോഗിയായ കുഞ്ഞ് ഈശോയുടേതാണ്, ഈശോയുടെ അടിമയാണ്. നീ രോഗിയായിരിക്കുന്ന ഈശോയുടേതാണ്. നിന്റെ മുഴുവൻ ഈശോയുടേതാണ്. നിന്റെ പ്രശ്നങ്ങളും ഈശോയുടേതാണ്.
നിന്റെ കണ്ണുനീരുകളും ഈശോയുടേതാണ്. സർവ്വപ്രഥമ യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. നിന്റെ കുടുംബ പ്രശ്നവും ഈശോയുടേതാണ്. നിന്റെ കടബാധ്യതയും ഈശോയുടേതാണ്. കൈയടിച്ച് കത്തുന്നത് യേശുവേ സ്തുതിക്കുക, സ്തുതിക്കുക. നിന്റെ ദാരിദ്ര്യവും ഈശോയുടേതാണ്. എല്ലാം ഈശോയുടേതാണ്. നിന്റെ സ്ഥാപനവും എല്ലാം ഈശോയുടേതാണ്. നിന്റെ വീടും കുടുംബവും മക്കളും എല്ലാം ഈശോയുടേതാണ്. വിശ്വസിക്കുന്ന നമുക്ക് കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ. ഒറ്റ വിളി വിളിക്കട്ടെ. ഈശോയെ സ്തുതിക്കുക, 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 സ്തുതിക്കുക. കേട്ടടിയട്ടെ, അഭിഷേകം തരട്ടെ, അഭിഷേകം. എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അപ്പോൾ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. ഇനി ഒരിക്കലും നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത്, വിഗ്രഹങ്ങളുടെ അടിമകളാകരുത്, പാപത്തിൻ്റെ അടിമകളാകരുത്, അശുദ്ധിയുടെ അടിമകളാകരുത്, ലോകത്തിന് അടിമയാകരുത്, അവിശ്വാസിയുടെ അടിമയാകരുത്, നിരീശ്വരവാദിയുടെ അടിമയാകരുത്, യുക്തിവാദിയുടെ അടിമയാകരുത്. നീ ക്രിസ്തുവിൻ്റെ മാത്രം അടിമയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ മാത്രം ആയിരിക്കണം. അപ്പോൾ നിന്റെ വീട്ടില് ക്രിസ്തുവിൻ്റെ അടിമത്വം, ക്രിസ്തുവിൻ്റെ കീഴിൽ നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന വസ്തുക്കളൊക്കെ എടുത്ത് കത്തിച്ച് ദൂരക്കണം. മന്ത്രവാദ ശുദ്രവിദ്യയുടെ തകടുകളും ചരടുകൾ കത്തിച്ച് ദൂരക്കണം. പ്രൈസ് ദി ലോർഡ്. മദ്യക്കുപ്പികളൊക്കെ എടുത്ത് ദൂരക്കണം. ക്രിസ്തുവിനാൽ സ്വതന്ത്രമാക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അടിമയാണ്. നിന്റെ മേലുള്ള അവകാശം, നിന്റെ വീടിൻ്റെ മേലുള്ള സർവാധികാരം നിനക്കല്ല, കർത്താവിനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് പൂർണ്ണമായി നീ വിട്ടുകൊടുക്കണം. നിന്റെ വീടും പറമ്പും കൃഷിയും ബിസിനസ്സും നിന്റെ ജീവിതവും ആത്മാവും മക്കളും കൊച്ചുമക്കളും രോഗികളായ കുഞ്ഞുങ്ങളെല്ലാം നീ നിന്റെ കയ്യിൽ നിന്ന് കർത്താവിനെ കയ്യിലിട്ട് വിട്ടുകൊടുത്തേ, കർത്താവിൻ്റെ സ്വന്തമാക്കി കൊടുത്തേ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിക്കുക, സ്തുതിക്കുക. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അതുകൊണ്ട് സഹോദരരെ ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നിങ്ങൾ ഈശോയുടേതാണ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശു വിശ്വസിക്കുന്ന മക്കളെല്ലാം കർത്താവിനെ സ്വതന്ത്രമാക്കപ്പെട്ടവരാണ്. രണ്ട് കരം പഠിച്ച് ഹല്ലേലൂയ. ഓരോ ദിവസവും തിരുസഭയിലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ പെസഹ രഹസ്യത്തിൽ പങ്കെടുത്ത് അവരുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന നിന്റെ മേലുള്ള പാപത്തിൻ്റെ അടിമത്വം അവസാനിച്ചു. നീ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ അടിമയാണെന്നോർത്ത് നീ കർത്താവിന് നീ നന്ദി പറഞ്ഞ കർത്താവിനെ നീ മഹത്വപ്പെടുത്തണം. തിരുസഭയെ യാത്ര ചെയ്യുന്ന മുഴുവൻ മക്കളും രോഗികളും അനാഥരും വിധവകളും പാപികളും എല്ലാവരും ക്രിസ്തുവിൻ്റെത് മാത്രമാണെന്ന് നീ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കൈയടിച്ച് കർത്താവ് നന്ദി പറയുക. നിന്റെ മേലുള്ള നിന്റെ പാപങ്ങളും ബലഹീനത ഏറ്റെടുത്തു. നിന്റെ ബലഹീനത അവൻ ഏറ്റെടുത്തു. നിന്റെ ബലഹീനത ഏറ്റെടുത്തു. നിന്റെ വീക്ക്നെസ് അവൻ ഏറ്റെടുത്തു. നിന്റെ വിഷമം അവൻ ഏറ്റെടുത്തു. നിന്റെ ദുരിതം അവൻ ഏറ്റെടുത്തു. നിന്റെ തകർച്ച ഏറ്റെടുത്തു. നിന്റെ മുറിവേറ്റപ്പെടുത്തു. നിന്റെ ഒറ്റപ്പെടൽ അവൻ ഏറ്റെടുത്തു. നിന്റെ കണ്ണുനീര് ഏറ്റെടുത്തു. നിന്റെ തകർച്ചകൾ ഏറ്റെടുത്തു. നിന്റെ ബന്ധനം അവൻ ഏറ്റെടുത്തു. നിന്റെ വേദന ഏറ്റെടുത്തു. അവന് നിന്റെ മുറിവ് അവൻ ഏറ്റെടുത്തു. നിന്റെ എല്ലാം അവൻ ഏറ്റെടുത്തു. നിന്റെ മുഴുവൻ ഏറ്റെടുത്തു. പിന്നെ ആത്മാവനെ ഏറ്റെടുത്തു. ഒറ്റ വിളിക്കട്ടെ. പൗലോസ് പറയാ 1 കൊരിന്ത്യർ 6:12 മുതൽ എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം എന്താണ്? ഞാൻ കർത്താവിൻ്റെ അടിമയാണ്. സർവ്വത്തെ ഹല്ലേലൂയ. ആരും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നും എന്നെ അടിമപ്പെടുത്താൻ സമ്മതിക്കും. കാരണം ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാ. ദൈവം അവ രണ്ടിനെ നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രസ്തുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. നീ കർത്താവിൻ്റെതാ. വിശ്വസിക്കുന്നു. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു. അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവനെ, യേശുവിൽ ആശ്രയിക്കുന്ന, അവൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നവനെ അവൻ ഉയർപ്പിക്കും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. നിന്നെ കർത്താവ് ഉയർപ്പിക്കും. നിന്റെ കുടുംബത്തെ ഉയർത്തും ദൈവം. നിന്റെ മക്കളെ ഉയർത്തും ദൈവം. നിന്റെ ആരോഗ്യത്തെ ഉയർത്തും കർത്താവ്. നീ കർത്താവിന് വിട്ടുകൊടുത്താൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. മൊത്തം വിട്ടുകൊടുക്കണം. കൈയടിച്ച് കർത്താവ് ഉച്ചത കൈയടിച്ച് ദൈവം നിന്നെ ഉയർത്തും. സർവ്വത്തെ ഹല്ലേലൂയ. ദരിദ്രർ ഭക്ഷിച്ച്
സമ്പന്നർ വെറും കയ്യോടെ പോയി. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരായി, സമ്പന്നർ വെറും കയ്യോടെ പോയി. സർവോടത്തി പറഞ്ഞ ഹല്ലേലൂയ. ദരിദ്രരെ ദൈവം അഭിഷേകം ചെയ്യുന്നു. കർത്താവ് അവനെ ഏറ്റെടുക്കും. അവൻ്റെ ദാരിദ്ര്യം, അവൻ്റെ പ്രശ്നം കർത്താവ് ഏറ്റെടുക്കും. വിശ്വസിക്കുന്ന മക്കൾ കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. അവൻ്റെ പ്രശ്നം കർത്താവ് ഏറ്റെടുക്കും. നന്നായിട്ട് കൈയടിച്ച്. ഈ ബൈബിളിൽ നിങ്ങൾ വായിക്കേണ്ട വചനമാണ്, ഇപ്പോഴും വായിക്കേണ്ടതാണ്. ഈ യോഹന്നാൻ 11 ലാസറിൻ്റെ മരണം. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ലാസറിനെ കുറിച്ച് പറയാം. ഈശോ സ്നേഹിച്ച ഒരാൾ, ഈശോ സ്നേഹിച്ചവൻ. സർവോടത്തി പറയും ഹല്ലേലൂയ. അതാണ് ഈശോ പറയും, ഈശോ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങ് സ്നേഹിക്കുക. ശ്രീപുരത്തെ പറഞ്ഞ ഹല്ലേലൂയ. അത് ഈശോ സുവിശേഷ പ്രഘോഷണം തിരഞ്ഞെടുത്ത വീടുകളിൽ ഒന്ന് ലാസറിൻ്റെ വീടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ലാസർ കർത്താവിനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവോട് വരുമ്പോഴേക്കും ലാസറിൻ്റെ സഹോദരിമാർ, ലാസറിൻ്റെ ബന്ധുക്കൾ, കുടുംബക്കാരെല്ലാം ആ വീട്ടിൽ ഒരുമിച്ച് കൂടും. ശ്രീപുരത്തെ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ നിന്ന് ഈശോ വചനം കൊടുക്കും. മർത്തയുണ്ട്, മറിയൊക്കെ ഉണ്ട്. അവരൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ഈശോ എങ്ങനെ സ്നേഹിക്കുക, ഈശോയുടെ കൂടെ നിൽക്കുക, ഈശോയെ വചനം കേൾക്കും. വചനത്താൽ വളരെ. ശ്രീപുരത്തെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ യൂദയിലേക്ക് പോയ സമയത്ത് ലാസർ രോഗിയാണെന്നറിയും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ആൾ പറഞ്ഞത് മരണകരമായ രോഗം പിടിപെട്ടിട്ടുണ്ട്. ഈശോ ഒന്നും ചെയ്യുന്നില്ല. ഈശോ പറഞ്ഞു ദൈവമഹത്വം വരാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നെ വിശ്വസിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എനിക്ക് ഉയർപ്പിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. മരിച്ചാൽ അവനെ ഉയർപ്പിക്കാൻ പറ്റും. സർവ്വത്തെ പ്രദേശം ശ്രദ്ധിക്കുന്നു. മരിച്ചാൽ ഉയർപ്പിക്കാൻ പറ്റുമേ, പരിശോധിപ്പിക്കാൻ പറ്റും. അന്ന് ഈശോയോട് സ്നേഹിച്ച് ഈശോയോട് ഐക്യപ്പെട്ട് ലാസറിനെ പോലെ നിന്നാൽ ദൈവം നിന്നെയും ഉയർപ്പിച്ചിരിക്കുമെന്നുള്ള യാതൊരു മാറ്റം. ലാസറിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഈശോയ്ക്കായിരുന്നു. ഈശോയ്ക്ക് അവൻ്റെ വീട് മുഴുവൻ തുറന്നു കൊടുത്തു. എല്ലായിടത്തും ഈശോ മുഴുവൻ കൊടുത്ത് സുവിശേഷ പ്രഘോഷം നടക്കുന്ന ഒരു ജ്ഞാനകേന്ദ്രമായിരുന്നു. യേശുവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവെ സ്തുതിക്കുന്നു. അപ്പോഴാണ് അവൻ രോഗിയാണ്. ഈശോ പോയില്ല. അപ്പോൾ ആൾ വിഷമിച്ചു. അതുകൊണ്ട് അവരെല്ലാം വിഷമിക്കുന്നു. ഈശോയെ കാണുന്ന ഏറ്റവും ആത്മ സുഹൃത്തിനെ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ആത്മമിത്രത്തെ കാണാനില്ല. കാണാത്തതല്ല, അവൻ വലിയ പദ്ധതിക്ക് വേണ്ടിയാ. ഈശോയെ സ്നേഹിക്കുന്നവനെ കുള്ള ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെക്കുറിച്ച് വേറൊരു പദ്ധതി, ദൈവത്തിന് ഉയർന്നൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് അവൻ്റെ മരണം ദൈവം അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മരണം ദൈവം അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കരച്ചാൽ മതി, സുഖപ്പെടും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു വാക്കും പറയുന്നില്ല. കാരണം അവൻ്റെ മരണം അവനൊരു സഹനത്തിൻ്റെ വഴിയിലൂടെ ദൈവം കൂട്ടിക്കൊണ്ടുപോവുകയാണ് വലിയൊരു പദ്ധതിക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. സഹനത്തിൻ്റെ അഗ്നിയിലൂടെ അവനെ കൊണ്ടുപോവുക, ആ കുടുംബത്തെ മുഴുവൻ കണ്ണുനീരിൽ കൊണ്ടുപോവുകയാണ് വലിയൊരു പദ്ധതിക്ക് വേണ്ടി. ആ കുടുംബം ഈശോ ഒത്തിരി സ്നേഹിച്ചപ്പോൾ ഒരു സഹനം കൊടുക്കുന്നില്ല, ആ സഹനത്തിലൂടെ വേറൊരു വലിയൊരു പദ്ധതിക്ക് വേണ്ടി ദൈവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വലിയൊരു പദ്ധതിക്ക് വേണ്ടി പോകണേ. ഇപ്പോൾ ഇവിടേക്ക് നിങ്ങളൊക്കെ ഈശോ ഒത്തിരി സ്നേഹിക്കുമ്പോൾ, സഹനം കൂടുമ്പോൾ നിങ്ങൾ ദൈവത്തെ ശപിച്ചേക്കരുത്. വേറെ വലിയ പദ്ധതിക്ക് വേണ്ടിയാണ് ഈശോയെ സ്നേഹിക്കുന്ന നിങ്ങളെ ദൈവം ഈ സഹനത്തിൻ്റെ തീക്കടലിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഓർത്തും അപ്പോൾ ഈശോ അവസാനം ഈശോ വരും, മരിച്ചു എന്നറിഞ്ഞു, ഒന്നുമില്ല. ഈശോ അപ്പോൾ ഈശോ വീണ്ടും തിരിച്ചു വരുന്നു. ശ്രീവടത്തെ പറയും ഹല്ലേലൂയ. ബഥാനയിലെത്തി. ബഥാനയിൽ ഈശോ പിന്നീട് താമസിച്ചെത്തുമ്പോഴേക്കും മർത്തയും മുറയും കൂടെ ഓടിച്ചു വാവിട്ട് കരയുക. അവിടെ എല്ലാവരും കരച്ചില്ല. കാരണം ആ നാട്ടിൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെയില്ല. ലാസറിനെ പോലും നല്ല മനുഷ്യൻ ആരുമില്ല. ആരും വീട് വിട്ട് മരിച്ച് അടക്കം കഴിഞ്ഞിട്ട് ഒറ്റയൊരു വീട്ടിൽ നിന്ന് പോകുന്നില്ല. കാരണം ലാസറിനെ ഭയങ്കര ഇഷ്ടമല്ലാക്കും. കാരണം ഈശോയെ ഒത്തിരി ഇഷ്ടമാണ് ലാസറിന്. പ്രൈസ് ദി ലോർഡ്. ഈശോയെ ഒത്തിരി ഇഷ്ടമുള്ളവരെ മറ്റുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയെ അത്യധികം സ്നേഹിക്കുന്നവരെ മറ്റുള്ളവർക്ക് ഇഷ്ടം. നിങ്ങളോട് മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ ഈശോയെ ഒത്തിരിയേറെ സ്നേഹിക്കുക. എല്ലാവരെക്കാൾ ഉപരി ഈശോ സ്നേഹിക്കുക. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവനെ എല്ലാവർക്കും ഇഷ്ടം. ഈശോ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. ഈശോ സ്തുതിക്കുക, 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 സ്തുതിക്കുക. നമ്മളൊക്കെ മറ്റുള്ളവർ വെറുപ്പിക്കുന്നത് നമ്മൾ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാത്തോട്ടാ. കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം കാണാം, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാത്തോട്ടാ. അവൻ്റെ ബന്ധുക്കളും മിത്രങ്ങളൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്, കരഞ്ഞോണ്ടിരിക്കുക. മർത്തയും മറിയും മാത്രമല്ല, അവൻ ബന്ധുക്കളും മൊത്തം അവിടെയുണ്ട്, പോകുന്നില്ല. യേശു സ്തുതിക്ക്. ഈശോ വരുന്ന പറഞ്ഞപ്പോൾ മർത്തയെ ഓടിച്ചെന്നു. അങ്ങ് ഇതേ എവിടെ പോയിരിക്കുകയാണ്.
ശ്രീവർദ്ധ പറയും, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ശ്രീവർദ്ധ ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. അപ്പോൾ പറയാം, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ശ്രീവർദ്ധ യേശുവേ സ്തുതിക്കുന്നു, മരിക്കില്ലെന്നറിയാം. കാരണം അവൻ മരിക്കത്തില്ല. ഈശോയ്ക്ക് എന്തും ചെയ്യാൻ പറയും. ഈശോട് വാവിട്ട് കരയുന്ന കാണാം. ശ്രീവർദ്ധ പറയും ഹല്ലേലൂയ. ആ സ്നേഹവും തമ്മിൽ അങ്ങ് കൂട്ടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു കണ്ണുനീരാണ്. പ്രസലോഷ് സ്നേഹത്തിൻ്റെ ആനന്ദം കണക്ക് വേർപെട്ട് കണ്ടോ. ശരിക്കും നമ്മൾ ഈശോയെ ഒത്തിരി ആത്മാവ് സ്നേഹിക്കുകയാണെങ്കിൽ കണ്ടല്ലോ, നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈശോയ്ക്ക് എന്തൊരു വേദന ഉണ്ടാകുമെന്നറിയാം. പ്രസലോഷ് സ്നേഹത്തിൻ്റെ കണ്ണുനീരൊഴുകാണ്. അത്ര സ്നേഹം, അവർ അത്ര സ്നേഹം. നീ ഉദ്ദേശിച്ച് നോക്കി, നീ അകലുമ്പോൾ നിൻ്റെ ദൈവം കരയുന്നുണ്ടോ നീ അറിയണം. പ്രസലോഷ് ഈശോ കരയുന്നുണ്ടോ നീ അറിയണം. ഒരാത്മബന്ധമാണത്, ഒരാത്മമിത്രമാണ്. ഈശോയുടെ ആത്മമിത്രമാണ് ലാസറിന്റെ ആത്മമിത്രമാണ് ഈശോ. ഇതൊരു ബന്ധം നിനക്കുണ്ടോ? അന്ന് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ പറയും, ലാസറിനെ പോലെ തന്നെ നീയും ക്രിസ്തുവിനോടൊരു ആത്മബന്ധം പുലർത്തണം. അതേ ബന്ധം പുലർത്തിയാൽ നിന്റെ കാര്യത്തിൽ മുഴുവൻ കർത്താവ് ഇടപെട്ടിരിക്കും. നിന്റെ മുഴുവൻ കാര്യത്തെ കർത്താവ് ഇടപെട്ടിരിക്കും. നിന്റെ മുഴുവൻ കാര്യം കർത്താവ് നടത്തിയിരിക്കും. ഈശോയെ സ്നേഹിച്ചപ്പോൾ, ഈശോ വിശ്വസിച്ചപ്പോൾ ഈശോ അവനെ ഏറ്റെടുത്തതാ. അതുകൊണ്ട് ഈശോ അവിടെ ചെന്നു. ഈശോ നേരെ അവൻ്റെ കല്ലറയിലേക്ക് പോവുകയാണ്. മത്തയും മറിയും എല്ലാം വന്ന് കരയുക. എല്ലാവരും കരച്ചില്ല. കാരണം എല്ലാവർക്കും അവന് ഇഷ്ടമാണ്. കാരണം ലാസറിന് ഈശോ കണ്ടോ, നല്ല മനുഷ്യർക്ക് ദൈവത്തെ ഒത്തിരി ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തുകൊണ്ട് നമുക്ക് വിശുദ്ധരോട് ഭയങ്കര സ്നേഹം. അവർ നമ്മളോട് സ്നേഹത്തേക്കാൾ ഉപരി അവരാരോട് ഒരുപാട് സ്നേഹമാണ്. ഈശോത്തെ സ്നേഹമാണ്. ദൈവത്തെ ഒത്തിരി ആഴത്തിൽ സ്നേഹിക്കുന്നവരാണ് വിശുദ്ധർ. അതുകൊണ്ടാണ് അവരെ എല്ലാവർക്കും വലിയ സ്നേഹം. അവർ കല്ലറകൾ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയും. സ്വന്തം ഒന്നുപോലെ കരയും. കാരണം ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ജീവിതങ്ങളാണ് അവരെ. ആഴത്തിൽ പണത്തേക്കാൾ, സുഖത്തേക്കാൾ, പേരിനേക്കാൾ അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാ. യേശു സ്തുതിക്കുക. ഇന്ന് നീ ചിന്തിക്കേണ്ടത്, ഈ വചനം കേട്ടുകൊണ്ട് നിന്നെ ഈശോയുമായിട്ടുള്ള ആഴമുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുന്ന വ്യക്തിയാകട്ടെ വസ്തുവാകട്ടെ നീ എടുത്തു കളയാൻ തയ്യാറായാൽ നിനക്ക് ഇന്ന് തന്നെ ഈശോയെ നിന്നെ സ്വന്തമാക്കിക്കൊണ്ട് നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. രണ്ട് കാര്യം എടുത്ത് പറയാം, ഹല്ലേലൂയ. നമ്മളൊക്കെ പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങൾ. പക്ഷെ വരുന്നത് എന്തിനാ? പലപ്പോഴും ഈശോയോടുള്ള ആഴമേറിയ സ്നേഹത്തിൽ വരാനാണോ? ജോലി കിട്ടാൻ വേണ്ടി അച്ഛൻ കല്യാണം നടത്തി മാറ്റിക്കിട്ടെ, വസ്തുവിൽപ്പിനൊക്കെ നടക്കാൻ, വീട്ടിലെ പ്രശ്നമൊക്കെ മാറ്റാൻ, എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാ? എന്തൊക്കെ ഭൗതിക നന്മയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം. നമ്മൾ ഈശോയെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഞാൻ പറയും, ഈശോ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ ഒരാളെ ആത്മാർത്ഥത സ്നേഹിച്ചാൽ അവരൊരിക്കലും നമ്മൾ ഉപയോഗിക്കാറില്ല, യൂസ് ചെയ്യത്തില്ല. നേരെ മറിച്ച് അവർ നമ്മളെ യൂസ് ചെയ്യാൻ നമ്മൾ വിട്ടുകൊടുക്കും. അതാണ് യഥാർത്ഥമായ സ്നേഹം. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ ദൈവം നമ്മളെ സ്നേഹിച്ച അങ്ങനെയാ. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമുക്ക് വേണ്ടി കുരിശിൽ പീഡകൾ ഏറ്റെടുത്തു. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അവൻ്റെ അത്ര ആത്മമിത്ര ഈ ഭൂമിയിലില്ല, ഈ ലോകത്തിലില്ല, ഈ പ്രപഞ്ചത്തിലില്ല. കാരണം അവൻ പിതാവിൻ്റെ മടിയിലിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം തന്നെയാണ്, സ്വർഗപിതാവിൻ്റെ സ്നേഹമാണ്. ഈശോ തമ്പുരാനെ നീ അറിഞ്ഞിരിക്കണം. അതാണ് സ്വർഗപിതാവ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം പുത്രനെ, തൻ്റെ ഹൃദയത്തെ തന്നെയാ കാൽവരി കുരിശിൽ ബലി കൊടുത്തത്. ആ സ്നേഹം നീ അറിയണം. അവനോടുള്ള ആത്മബന്ധം ഉണ്ടാകണം. ആ ബന്ധം നീ അറിയണം. അത്രമാത്രം സ്നേഹപ്പെട്ടത്. അതുകൊണ്ട് ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പം കഴിക്കാൻ വേണ്ടി ഒത്തിരി പേര് വരുമായിരുന്നു. അതുപോലെ ആയിരിക്കരുത് നീയോ. ഈശോ സുവിശേഷ പ്രഘോഷണത്തിൽ രോഗശാന്തി കിട്ടാൻ വേണ്ടി വരുമായിരുന്നു. അതുപോലെ ആകരുത് നീയോ.
അതുകൊണ്ടാണ് കുഷ്ഠരോഗികൾ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി കർത്താവ് വിടുമ്പോൾ ഒരുത്തൻ മാത്രം തിരിച്ചു വരുന്നു. കാരണം ഒരുത്തിന് മാത്രമേ സ്നേഹമുള്ളൂ. ബാക്കിയുള്ളത് വന്നെല്ലാം വെറും രോഗശാന്തിക്ക് വേണ്ടി മാത്രം വന്നാ. അതുകൊണ്ട് അങ്ങനെ രോഗശാന്തിക്ക് വേണ്ടി മാത്രം വരുന്നവൻ, അവൻ രോഗശാന്തി കിട്ടി അവൻ്റെ വഴിക്ക് പോകും. അവൻ രക്ഷപ്പെടുന്നില്ല. രോഗശാന്തി കിട്ടിയോണ്ട് രക്ഷപ്പെടുന്നില്ല. തിരിച്ചു വന്നാലേ രക്ഷപ്പെട്ടുള്ളൂ. രോഗശാന്തി നിന്നെ മാനസാന്തത്തിലേക്കും രക്ഷയിലേക്കും കൂട്ടിക്കൊണ്ടു വന്നെങ്കിൽ മാത്രമേ നീ രക്ഷപ്പെടുകയുള്ളൂ. ഇതിവിടെ വരുന്ന മുഴുവൻ മക്കളും ഈശോയെ സ്വന്തമാക്കിയാലേ രക്ഷപ്പെടുള്ളൂ.